നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം, സംരക്ഷണം ഇവയൊക്കെ തന്നിരുന്ന ഏതോ ഒരു വ്യക്തിയിൽ നിന്നും ഇപ്പോൾ ചില മോശം രീതിയിലുള്ള സമീപനങ്ങൾ, അതായത് മോശം രീതിയിലെന്ന് പറയുമ്പോൾ അവർക്ക് മുമ്പ് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു സ്നേഹം, കരുതൽ ഇവയൊക്കെ കുറഞ്ഞു വരിക, എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്താനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങളോട് വഴക്ക് കൂടുക, അങ്ങനെ നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ചില സമീപനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ തന്നെ പലർക്കും നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ചില വ്യക്തികൾ നിങ്ങളെ ആവശ്യമില്ലാതെ കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭരിക്കാൻ ശ്രമിക്കുന്ന, നിങ്ങൾക്ക് മേൽ അധികാരം കാണിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ചില വ്യക്തികൾ മൂലം മോശം അനുഭവങ്ങൾ നേരിടുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്, ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഏതെല്ലാം വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്നാലും അവിടെ നിങ്ങളെപ്പോഴും ശ്രദ്ധയും പ്രാധാന്യവും നൽകേണ്ടത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ വന്നു ചേരുന്ന പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങളെ ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി പ്രപഞ്ചശക്തി കടത്തിവിടുന്നത് നിങ്ങളിലെ ആത്മവിശ്വാസം, തൻ്റെ ഇടം, ധൈര്യം ഇവയൊക്കെ വർദ്ധിപ്പിക്കാനും നിങ്ങളെ കൂടുതൽ ശക്തരാക്കാനും നിങ്ങൾക്ക് ചുറ്റുമുള്ള പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനുമൊക്കെയാണെന്ന് തന്നെ വിശ്വസിക്കുക. ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ പ്രപഞ്ചം കൊണ്ട് നൽകുന്നുണ്ട്. തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ ആശ്വാസം വന്ന് എത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പ്രകാശം വന്നു ചേരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ ഏതെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ശരിയായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതായത് ആ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുന്നിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാൻ കഴിയാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരിക്കാം പലർക്കും ഉള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലുള്ള അവസരങ്ങളിൽ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് അവയെ പ്രയോജനപ്പെടുത്തി വിജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ലക്ഷ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പലരും മുന്നോട്ട് പോകുന്നുണ്ട്. കൂടാതെ പലർക്കും വിദേശയാത്രകൾ പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായുള്ള ഒരു വിവാഹം പലർക്കും സാധ്യമാവുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. ഇവിടെ ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇനി നിങ്ങളുടെ പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയം മാറാൻ പോവുകയാണ്. പല കാര്യങ്ങളിലും സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നുണ്ട്. സാമ്പത്തികം, ജോലി, വിവാഹം, കുടുംബജീവിതം ഇവയിലൊക്കെ വളരെയധികം സമാധാനവും സന്തോഷവും അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയാണ് കാണുന്നത്. ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ ഒരു ശക്തിയെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക. ആത്മീയമായിട്ട് നിങ്ങൾ കൂടുതൽ അടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ചില വഴികളിൽ കൂടി സാമ്പത്തിക സഹായം എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വഴികളിൽ കൂടി, അല്ലെങ്കിൽ
നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ കൂടിയൊക്കെ ആ ഒരു സഹായം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ചില സാഹചര്യങ്ങളിൽ കൂടിയും സാമ്പത്തിക സഹായം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളെയും ചില നെഗറ്റീവായിട്ടുള്ള വഴിയിൽ കൂടി സഞ്ചരിക്കാനായിട്ട് പലരും പ്രേരിപ്പിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നേരായ മാർഗത്തിൽ കൂടി പോകണം, നേരായ രീതിയിൽ ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ മനസ്സില്ലാത്ത പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പലരും നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങൾക്ക് നന്നാവണം, നല്ല രീതിയിൽ ജീവിക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചിലർ നിങ്ങളെ അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യങ്ങളിൽ, പറയാനായിട്ട് പോകുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിപരമായിട്ട്, വളരെയധികം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതായിട്ടുണ്ട്. വളരെയധികം ചിന്തിച്ച് പല കാര്യങ്ങളും പറയാനും ചെയ്യാനും ഒക്കെ നിങ്ങൾ ശ്രമിക്കണം എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഏതൊരു അവസരവും പ്രയോജനപ്പെടുത്താനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള സന്തോഷത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള പോസിറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്കും പകർന്നു കൊടുക്കാനായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് സാധിക്കാറുണ്ട്. അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ വളരെയധികം സന്തോഷം ഉണ്ടാക്കാറുമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി മറ്റു പല വഴികളിൽ കൂടിയും പ്രപഞ്ചശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാണ്. ഇവിടെ മറ്റ് വ്യക്തികളിൽ നിന്ന് സ്നേഹം, സഹായം, സംരക്ഷണം ഇവയൊക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ഇതുവരെയും നിലനിന്നിരുന്ന പ്രതികൂലമായിട്ടുള്ള ആ ഒരു ഘട്ടം അത് അവസാനിച്ച് അവിടെ നല്ല മാറ്റത്തിൻ്റെ, പ്രതീക്ഷയുടെയൊക്കെ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.